പ്രിയപ്പെട്ടവരെ, പലരും പടച്ചവനെ മൊബൈല് കയ്യിൽ പിടിച്ചുകൊണ്ട് 8:30 മുതൽ കാത്തിരിക്കുകയാണ് പ്രഭാഷണമൊന്ന് തുടങ്ങാൻ. പടച്ചവനെ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നേരിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും അവരവരുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് ഉസ്താദേ തുടങ്ങുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മൊബൈലും കയ്യിൽ പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് സഹോദരന്മാരും കാത്തിരിക്കുകയാ. ഇതൊക്കെ വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഈ പ്രഭാഷണങ്ങളും സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാമെല്ലാം നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റു പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമല്ലോ. അന്ന് പടച്ചറപ്പിന്റെ കോടതിയിൽ പടച്ചറപ്പിന്റെ ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ സൈന്യമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കേന്ദ്രത്തിന്റെ സൈന്യമല്ല, അല്ലാഹുവിന്റെ സൈന്യം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പടച്ചവനൊരു സൈന്യമുണ്ട്. ആ പടച്ചറപ്പിന്റെ സൈന്യത്തിന്റെ കണക്ക് അല്ലാഹുവിനല്ലാതെ ഒരു മഖ്ലൂക്കിനും അറിയില്ല. അങ്ങനെ കോടാനുകൂടി വരുന്ന പടച്ചറപ്പിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ സൈന്യം മലക്കുകളാണല്ലോ. അവരാകാശത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. പടച്ചവനെ, അതാ ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ മഹ്ശർ എന്ന് പറയുന്ന ഭയാനകമായ ദിവസത്തില് എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ കൂടിക്കഴിഞ്ഞാൽ ചൈനയുടെ വൻമതിലിനെക്കാളും വലിയ മതിലു മലക്കുകൾ അങ്ങ് തീർക്കുകയാണ്. നമ്മുടെ ചുറ്റുഭാഗം മുഴുവനും ആകാശത്തിന്റെ ഓരോ കവാടങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന കോടാനുകോടി മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ മുഴുവനും പടച്ചവനെ വന്നിങ്ങനെ വലയം ചെയ്യുകയാണ്. അങ്ങനെ അവർ വലയം ചെയ്യുകയാണ്, സഫുകളായിട്ട് നിൽക്കുകയാ. അങ്ങനെ എല്ലാവരും പടച്ചറപ്പിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ രാജാതിരാജനായി പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പ് അതാ കടന്നു വരികയാണ്. അല്ലാഹു അർശിലേക്ക് കടന്നു വരികയാണ്. വിചാരണ തുടങ്ങുകയാണ്. ഓരോ മനുഷ്യനെയും പടച്ചറപ്പ് പിടിച്ചു നിർത്തിയിട്ട് വിചാരണ ചെയ്യുകയാ. എന്താണ് നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു ഓരോ മനുഷ്യനോടും ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? നമ്മൾക്ക് സർവർക്കും അറിയുമല്ലോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹു ചില വിവിഐപികളെ വിളിക്കുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, ആദ്യമായിട്ട് വിളിക്കുന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അസ്സലാമലൈക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. സിറാജ് ഖാസിം വാളും നല്ല നല്ല വാളാണ്. എല്ലാവരും നോക്കണം. നല്ല ബിസിൻ വാള്. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് കൊണ്ട് ഒത്തണം, പിന്നെ ബെല്ലൈക്കൺ ഒത്തണം. പിന്നെ എല്ലാവരും വലിയ വീഡിയോസ് എല്ലാം നോക്കണം പ്ലീസ്. നിങ്ങളുടെ സപ്പോർട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കണം, മാക്സിമം ഷെയർ ആക്കണം, മാക്സിമം. പിന്നെ എൻ്റെ ടൈമെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റ് എല്ലാം മെയിൻ. പ്ലീസ് സപ്പോർട്ട് വേണം മെയിനായിട്ട്. ഓക്കെ.